ചിലർക്കൊരു സംശയം, അതെങ്ങനെയാണ് ഒരാൾ ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ്? അതാണ് രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ ദൈവം എന്നുള്ള നിലയിൽ ഈ ശിശു പൂർണ്ണ ജ്ഞാനം കൊണ്ട്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്. എന്നാൽ പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞിൽ സമ്പൂർണ്ണ ജ്ഞാനമുണ്ടോ? ഇല്ല. പൂർണ്ണ മനുഷ്യൻ, നമ്മൾ മനുഷ്യരായി ജനിക്കുമ്പോൾ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ നമ്മളെ പോലെ ഒരു മനുഷ്യനായി ജനിക്കുന്ന ആ യാഥാർത്ഥ്യത്തിൽ നോക്കുമ്പോൾ ആ യേശുവിലുള്ള മനുഷ്യ എന്ന a son of man is not filled with the wisdom of God. അപ്പോൾ യേശുവിലുള്ള ഈ വലതുവശം പൂർണ്ണ ദൈവം ഇല്ലേ, true God, ഇടതുവശം true man. അപ്പോൾ യേശുവിന് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. രണ്ട് രീതി. എങ്ങനെ? Like God and like man. ഒരേ സമയത്ത് യേശുവിനെ രണ്ട് രീതിയിൽ ചിന്തിക്കാം. യേശുവിനെ രണ്ട് വിൽ എന്ന് പറഞ്ഞാൽ ഹിതം. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങയുടെ ഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ എന്ന് തിരിച്ചാൽ പ്രാർത്ഥിക്കണേ. നമ്മളെല്ലാവരും അവരുടെ ഹിതത്തിലെല്ലാം പ്ലാൻ ചെയ്ത് ജീവിക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം അങ്ങയുടെ ഹിതം പൂർത്തിയാകട്ടെ. ഇതൊക്കെ ഭയങ്കര പ്രശ്നം. യേശുവിന് രണ്ട് ഹിതം ഉണ്ട്. പക്ഷേ വലിയ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ മാനുഷിക ഹിതം ദൈവിക ഹിതവുമായിട്ട് എപ്പോഴും സമന്വയിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒന്ന് പറഞ്ഞ് എല്ലാവരും കൈയെടുത്ത്. ഈ ഇടതുവശം യേശുവിൻ്റെ മനുഷ്യത്വം, വലതുവശം യേശുവിൻ്റെ ദൈവത്വം. ഈ ദൈവപുത്രനായ യേശുവും ആ യേശുവിനുള്ള മനുഷ്യപുത്രന് രണ്ട് തരത്തിൽ ചിന്തിക്കാമായിരുന്നു, രണ്ട് തരത്തിൽ ഹിതമുണ്ട്. യേശുവിൻ്റെ ഇടതുവശം ഒന്ന് നോക്കി കാണിച്ച്, ഈ ഇടതിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാണ് യേശുവിൻ്റെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് യേശുവിൻ്റെ ഹിതം. ഈ യേശുവിലുള്ള മനുഷ്യൻ എന്റെ ഹിതം യേശുവിലുള്ള ദൈവഹിതത്തിന് ദൈവഹിതത്തിന്റെ കൺട്രോളിലാണ് എപ്പോഴും. ഇത് ദൈവം നിർബന്ധിച്ച് തരുന്നതല്ല. ഈശോ പറഞ്ഞു, എനിക്ക് നിന്റെ ഹിതമല്ലാണ്ട് എനിക്ക് വേറെ യാതൊന്നും. ഇതാണ് യേശുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾക്കുണ്ടാകേണ്ടത്. യേശു നമ്മളിൽ യഥാർത്ഥമായിട്ട് പിറന്ന ആൾ ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കാര്യമില്ല, പള്ളി പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ പറയാം, ഇത് നടക്കുന്ന കാര്യമില്ല, അതെ പള്ളി പറഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ പറഞ്ഞിരുന്ന വാക്കുകളാണ്. പള്ളി പോയി പറഞ്ഞാൽ മതി, നടക്കുന്ന കാര്യമില്ല. കാരണം ഈ സാധാരണ പള്ളിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സാധാരണ നടക്കാറല്ല. നമ്മളാണ് പള്ളി പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ യഥാർത്ഥമായിട്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനുള്ള ഒരു വണ്ടി അർജന്റായിട്ട് മാറ്റണം. മുൻപിലുള്ള കാർ എടുക്കാൻ പറ്റുന്നില്ല. KM 22C1170 1170 C1170 KM 22C1170. നമ്മുടെ ജീവിതം ഈ ക്രിസ്മസ് മുതൽ രാജാക്കന്മാർ പോയ പോലെ ഒരു പുതിയ വഴിയിലൂടെ പോകണം. ഏതാണ് ആ വഴി? ദൈവത്തിന്റെ ജ്ഞാനത്താൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെയുള്ള വഴി. ദൈവത്തിന്റെ ജ്ഞാനം ഈ യേശുവിൽ ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി
എന്ന് പറയുന്നത് പോലെ തന്നെ ആ യേശു നമ്മൾ ഓരോരുത്തരിലും മാമോദീസായിലൂടെയും സ്ഥൈര്യത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇനി മാമോദീസ പോലും സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെയും യേശുവിനെ വിശ്വസിക്കുന്നതിലൂടെയും ഇപ്പൊ ഈ 3 രാജാക്കന്മാർ മാമോദീസ സ്വീകരിച്ചവരായിരുന്നോ? അല്ല. മാമോദീസ സ്വീകരിച്ചില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം ഈ ജ്ഞാനം അവൈലബിളാണ്. ദൈവവും മനുഷ്യനുമാ. അപ്പോൾ ദൈവവും മനുഷ്യനുമാകുന്ന അതേ ഫിനോമിനയാണ് നമ്മളിൽ ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്. ആണോ? ആണോ? അപ്പൊ നമ്മൾ മാമോദീസയിലൂടെ എന്തായി? എന്ത് കിട്ടണം? നമ്മൾ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്. അപ്പൊ ഒരു വശത്ത് നമ്മളിൽ ദൈവം വസിക്കുന്നു, മറുവശത്ത് നമ്മളിലുള്ള മാനുഷികത. ഏതുപോലെ ദൈവവും മനുഷ്യനുമാ അപ്പൊ ദൈവം വന്നിരിക്കുന്നത്, അഥവാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എങ്ങനെ സൃഷ്ടിച്ചത്? അനന്തരം ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, ഇനി നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ ഛായയിലും സാദൃശ്യം. അപ്പൊ ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ തന്നെ മനുഷ്യാവതാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ജനിച്ചത്? ദൈവത്തിന് മലാഖയുടെ രൂപത്തിലോ ദൈവത്തിന് വേറെ എന്തെങ്കിലും സിംബൽ എടുക്കാൻ എഴുതില്ലേ? ദൈവം മനുഷ്യനെ രൂപം നൽകിയത് തന്നെ ഈ വരാനിരിക്കുന്ന യേശുവിന്റെ രൂപത്തിലാണ്. ഈ വന്ന യേശു, രണ്ടാമത്തെ ആദമായ യേശു, ആദ്യത്തെ ആദത്തിന് മുൻപുണ്ടായിരുന്നു. ഒന്നുകൂടി, ആരാണ് ഈ ഉണ്ണീശോ? രണ്ടാമത്തെ ആദം. ഈ രണ്ടാമത്തെ ആദം ആദ്യ ആദത്തിന് മുമ്പുണ്ടായിരുന്നോ? ആ ആദ്യ ആദത്തെ രൂപം നൽകിയതും അവന്റെ ആത്മാവിൽ മുദ്ര കുത്തിയതും അവന് ദൈവിക ജീവൻ പകർന്നതും വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ ആദമായിരുന്നു. ആയിരുന്നോ? മനസ്സിലായില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ദൈവം ഇങ്ങനെ അറിയിച്ച് നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യരെ സൃഷ്ടിക്കാം. എന്താണ് ഛായ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മുടെ ഛായയിൽ. എന്താണ് ഛായം? നമ്മുടെ ഛായയിൽ സാദൃശ്യം. എന്താണ് ഛായയും സാദൃശ്യം? എന്താണ് ആ ഛായ? എന്താണ് ആ സാദൃശ്യം? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആരെങ്കിലും പറയും, എന്താണ് ആ ഛായ? എന്താണ് ആ സാദൃശ്യം? ആ ഛായ എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി അറിയേണ്ടതല്ല. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഛായയിലാണ്. പക്ഷേ ഞാനിങ്ങനെ ചോദിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ചിന്തിക്കാൻ നമ്മൾ സാധാരണ ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ എന്താ ഏറ്റവും ഫ്രഷ് വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. അത് വിട്ടിട്ട് ഇങ്ങനെ വേറെ ഒരു ഡയറക്ഷൻ ഒന്ന് ചിന്തിക്കും. എന്താ ദൈവത്തിന്റെ ഛായ? എന്താ നമ്മുടെ ഛായ? ദൈവം നമ്മുടെ ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്ന് പറയും. ആർക്കും പറയാൻ പറ്റില്ല. സാദൃശ്യം,
ഛായയും സാദൃശ്യമുള്ള എന്താണ്? സ്വഭാവം. അതിന് ഉത്ഭവിക്കുന്ന ഒന്നല്ലേ സ്വഭാവം. മനസ്സിലായി? ഇറ്റ് ഈസ് എ ഫ്രൂട്ട് കമ്മിങ് ഔട്ട്. നിങ്ങൾക്ക് ആര് പറഞ്ഞുവിടുന്നോ എന്താ ഛായയും സാദൃശ്യം? നിങ്ങൾ ഉറങ്ങിപ്പോയോ? കൈ വീശി കാണിച്ചതും എന്താണ് ഛായയും സാദൃശ്യം? കറക്റ്റ് ഉത്തരം കാണി എനിക്ക് മനസ്സിലാവും. എന്താ സ്നേഹം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് കമ്മിങ് ഔട്ട്. അത് ഒഴുകുന്ന. അപ്പൊ നിങ്ങൾ എല്ലാവരും തോറ്റതായിട്ട് പ്രഖ്യാപിക്കട്ടെ. തോറ്റു ആർക്കെങ്കിലും വാശിയോടെ വാദിക്കണമെന്നുണ്ടെങ്കിൽ സമയം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ത്യാഗത്തിന് വളരാക്കാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല, നീ അറിവ് തരാൻ ഞങ്ങൾ എങ്ങനെ അറിയണം എന്നാണ് ഈ തോറ്റു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ നിങ്ങൾ വിഷമിക്കണ്ട. ഒന്നുകൂടി പറഞ്ഞ കർത്താവേ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഈ അറിവ് തരണേ. ഈ ജ്ഞാനം നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാന പ്രാർത്ഥന ഇതാണ്. മറിച്ച് പറയാനിപ്പോ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ആൾക്കറിയാം എന്ന് പറഞ്ഞാൽ പിന്നെ ജ്ഞാനം പറയുന്നത് ശരി, നീ നിന്റെ അറിവ് വെച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ പറയണം, കർത്താവേ, what I know is wrong, what I do not know is wrong. എൻ്റെ അറിവ് വളരെ പരിമിതമാണ്, എൻ്റെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, എന്നാൽ ഞാൻ അറിയേണ്ടത് ഒരു കടലോളമാണ്. ആണോ? ഞാൻ പറയട്ടെ, ഉത്തരം പറയട്ടെ. ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫെയിലായാൽ 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാം. സംബന്ധിച്ചോ? ഛായ, ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ ഛായ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ്. വ്യക്തിത്വം, ദൈവത്തിന്റെ വ്യക്തിത്വം. ഇനി അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ, ദൈവം സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് പറയുന്നത് വലിയ നല്ല ഭംഗിയുള്ള ആനയെ സൃഷ്ടിച്ചു. എന്നാൽ ആന ഒരു വ്യക്തിയാണോ? അല്ല. നല്ല സൗന്ദര്യമുള്ള ഒരു മയിൽ ആടുന്നു, എന്തൊരു ഭംഗിയാണ്. എന്നാൽ ഈ മയിൽ ഒരു വ്യക്തിയാണോ? അല്ല. നല്ല വലിയ കൊഞ്ചി, നമ്മുടെ പുഴയിൽ കായലിൽ നല്ല വലിയ കൊഞ്ച്, ഇത് വ്യക്തിയാണോ? അല്ല. വലിയ കാളാഞ്ചി, തീരുത, വലിയ മത്സ്യങ്ങൾ, ഇത് വ്യക്തിയാണോ? നല്ല ഭംഗിയുള്ള പൂക്കൾ, നല്ല പൂക്കൾ, രാവിലെ വരുന്നവർ, ഉച്ചയ്ക്ക് വേറെ നിറം, വൈകുന്നേരം വേറെ നിറം, ഇല്ലേ? അങ്ങനെ മനോഹരമായിട്ടുള്ള പൂക്കൾ, ഇത് വ്യക്തിയാണോ? അല്ല. എന്തിനു പറയുന്നു? ഈ താരാമണ്ഡലം, ഇത്ര മനോഹരമായ നക്ഷത്രങ്ങൾ വ്യക്തിയാണോ? അല്ല. എന്തിനു പറയുന്നു? ഇത്രയും ശക്തനായ സൂര്യൻ വ്യക്തിയാണോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന്റെ മഹാത്മ്യം, ഈ സകല സൃഷ്ടി പ്രപഞ്ചത്തെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിലും അവർക്കാർക്കും ദൈവത്തിന്റെ വ്യക്തിത്വം ദൈവം നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യന് മാത്രമാണ് ദൈവം അത് നൽകിയത്.
നമ്മൾ ദൈവത്തെ പോലെ ഒരു വ്യക്തിയാണ്. ദൈവത്തിനെ പോലെ തന്നെയുള്ള ഒരു വ്യക്തി. ഇനി അടുത്ത് ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സാദൃശ്യം, നമ്മൾ ദൈവത്തെ പോലെയുള്ള വ്യക്തിയാണെന്ന് മാത്രമല്ല, ആ ദൈവത്തിന്റെ സാദൃശ്യവും ദൈവം നമുക്ക് നൽകി. എന്താ സാദൃശ്യം? സാദൃശ്യം ദൈവം ആത്മാവാണ്, ദൈവം അനശ്വരമാണ്, അനശ്വരനാണ്. God is immortal, eternal and spiritual. ദൈവം അനശ്വരനും ആത്മീയനുമാണ്. ദൈവം ഒരു ആത്മാവാണ്, ദൈവം അനശ്വരമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത് ഈ അനശ്വരതയുള്ള ഒരു ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല, നമ്മൾ മരിച്ചാലും മരിക്കുന്നില്ല. നമ്മൾ അനന്തമായി ജീവിക്കുന്ന വ്യക്തികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരാണ്? കണ്ടോ? ഒന്ന് നോക്കി ആരാണ്? ഒരിക്കലും മരിക്കാത്ത വ്യക്തികൾ. ഈ വലിയ രഹസ്യമാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. ഈ ഉണ്ണീശോയെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം നിറഞ്ഞ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ആ മഹാത്മ്യം നഷ്ടപ്പെടുത്താൻ ദൈവം സമ്മതിക്കുമോ? സമ്മതിക്കോ? അപ്പൊ നമ്മൾ വളരെ വലിയ പ്രത്യാശയോടെ ഒരു സ്ഥലം മേടിച്ച് അവിടെ കുറെ നാളികേരവും കവുവും ഒക്കെ ഇട്ട്, നമുക്ക് വളരെ ഇഷ്ടമുള്ള നാളികേരം നല്ല വാഴയിടാൻ വെച്ചു. ഇനി നമ്മൾക്ക് എന്താ ചെയ്യാൻ? ഉടനെ നമ്മൾ അതിനെ വേലി കെട്ടുകയോ മതിൽ കെട്ടുകയോ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ സ്വന്തമായ ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോകരുത്, അതിലുള്ള വിഭവങ്ങൾ നഷ്ടപ്പെടരുത്. എന്നുപോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവനെ രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാക്കി. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യനെ അവന്റെ ബലഹീനതകൾ എന്തെല്ലാമാണെന്ന് ദൈവത്തിന് അറിയാം. ഈ ബലഹീനതകളെല്ലാം ഉണ്ടായിരിക്കെ ദൈവം അവനെ സ്നേഹിക്കുകയും അവൻ എത്ര പാപം ചെയ്താലും അവനെ ഞാൻ രക്ഷിക്കും എന്ന് വിചാരിച്ച് പാപത്തിനുള്ള ലൈസൻസ് അല്ല ഈ പറയുന്നത്. ഇതാണ് സത്യം. അപ്പൊ ഈ ആഗമന കാലത്തെല്ലാം നമ്മൾ വായിക്കുന്ന യെശയ്യാ പ്രവചനത്തിന്റെ ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാം. ആദ്യ അധ്യായം ഭയങ്കര ഭീകരമായിട്ട് ആരംഭിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പെറ്റു വളർത്തി, അവർ എന്നോട് മനസ്സിലാക്കുക. ഒരു മനുഷ്യനും കുറ്റമായ എന്നോട് ബഹുമാനമില്ല, ആദരവില്ല, സ്നേഹമില്ല. കഴുത തന്റെ യജമാനെയും കാള തന്റെ ഉടയവനെയും, പക്ഷേ എന്റെ ജനം എന്നെ അറിയപ്പെടും. അത്രയ്ക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോയി എങ്കിലും അവരെ ദൈവം സ്നേഹിക്കുന്നു. 15 വചനം കഴിഞ്ഞ് 18ാമത്തെ വചനത്തിൽ പറയുകയാണ്, വരുവിൻ നമുക്ക് രക്ഷപ്പെടാം, വരുവിൻ നമുക്ക് രക്ഷപ്പെടാം. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ളം പോലെ, നിന്റെ പാപം രക്താംബരം പോലെയാണെങ്കിലും ഞാൻ അവയെല്ലാം മഞ്ഞ പോലെ വെളുപ്പിക്കും. ആ പ്രോമിസ് ആണ് അബ്രാഹാം മുതൽ ദൈവം നൽകിയത്. അബ്രാഹത്തിനോട് ദൈവം അറിയിച്ചു, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കും, നിന്റെ സന്തതിയിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ആരാണ് ആ സന്തതി? എവിടെന്നാ അനുഗ്രഹം? യേശു. ആ യേശുവിനെ ഞാൻ അയച്ചുകൊണ്ട്, എന്റെ മകനെ തന്നെ അയച്ചുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ എല്ലാം വീണ്ടെടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി, ഇനി ഒരിക്കലും നഷ്ടപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ ആക്കുന്നു. അതാണ് മനുഷ്യാവതാരത്തിന്റെ രഹസ്യം. ഈ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിന്റെ പ്രധാന
ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നൽകിയ ആ മഹാത്മ്യം, ആ അനശ്വരത, ആ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നഷ്ടപ്പെടാതെ അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ വീണ്ടെടുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടെടുപ്പെന്ന് ചിന്തിക്കുമ്പോൾ പീഡാസഹനവും മരണവും ഉയർപ്പിലൂടെയാണ് വീണ്ടെടുത്തു എന്നാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. ശരിയാണ്. എന്നാൽ ദൈവം ഈ ശത്രുതയുള്ള മനുഷ്യരിൽ ഒരാളായിട്ട് തന്റെ ഏകമകനെ ജനിപ്പിച്ചപ്പോൾ തന്നെ മാനവരാശിയുമായിട്ട് ഒരു സൗഹൃദത്തിലും ഒരു അനുരഞ്ജനത്തിലും ചെന്നെത്തിയോ ഇല്ലയോ? ദൈവം ഈ മനുഷ്യരെ പാപം ചെയ്ത് എല്ലാവരും പാപികളായി, എല്ലാവരും ദൈവമഹത്വത്തിൽ നിന്ന് അകന്നിരിക്കെ ദൈവം തീരുമാനിക്കുകയാണ്, അവനെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ സാദൃശ്യത്തിലും ചായയിലും ഇത്രത്തോളം സ്നേഹിച്ച് ഞാൻ അവരെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അവരെ ചെയ്ത എല്ലാ പാപവും ക്ഷമിച്ച് അവരുമായിട്ട് ഞാൻ രമ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ ഏകമകനെ ഈ ശത്രുതയും പാപിയുമായ മനുഷ്യന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് രക്ഷ ആഗതമായി, രക്ഷ സമാഗതമായി. ഇവിടെ നിന്നാണ് രക്ഷയെ കുറിച്ചുള്ള വലിയ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാക്കുന്നത്. നമുക്ക് എത്ര മിനിറ്റ് തുടങ്ങാം? എവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിർത്തിയാണ്. പക്ഷെ ഇപ്പൊ നല്ലൊരു സ്റ്റാർട്ടായിട്ടുണ്ട് കുർബാനയില്. ഈ മനുഷ്യാവതാരത്തിന്റെയും അപ്പൊ ഈ കുർബാനയിൽ നമ്മൾ എന്താ ലഭിക്കാൻ പോകുന്നത്? കുർബാനയിൽ ഇത് മുഴുവൻ നമുക്ക് ലഭിക്കുക. ഈ കുർബാനയിൽ പെട്ടെന്ന് ഒരു സെന്റൻസ് പറഞ്ഞോട്ടെ. യേശുവിന്റെ ജീവിതത്തിന്റെ 7 രഹസ്യങ്ങളാണ്. എന്തെല്ലാമാണ്? മനുഷ്യാവതാര രഹസ്യം, യേശുവിന്റെ മാമോദീസ, യേശുവിന്റെ പരസ്യ ജീവിതം, യേശുവിന്റെ പീഡാസഹനവും മരണവും, യേശുവിന്റെ പുനരുത്ഥാനം, യേശുവിന്റെ സ്വർഗ്ഗാരോഹണം, യേശുവിന്റെ പെന്തക്കോസ്ത അഥവാ സ്വർഗ്ഗ അവരോഹണം. ഇങ്ങനെ 7 മിസ്റ്ററീസ് ആണ് യേശുവിന്റെ ജീവിതത്തിൽ. ഈ 7 രഹസ്യങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. നമ്മളിവിടെ കുർബാനയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അതായത് ഗ്ലോറിയ പാടുമ്പോൾ യേശുവിന്റെ ജനനമാണ്. അതിനുശേഷം വചന പ്രഘോഷണം നടത്തുമ്പോൾ യേശുവിന്റെ പരസ്യ ജീവിതം. ആ പരസ്യ ജീവിതം കഴിഞ്ഞ് വൈദികനിത ബലിവേദിയിൽ വൈദികൻ യേശുവാണ്, അതോടൊപ്പം കുഞ്ഞാടുമാണ്. യേശു ബലി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശു ബലി അർപ്പകനും ബലി അർപ്പണ വസ്തുവുമായിട്ട് കുഞ്ഞാടായിട്ട് വൈദികൻ യേശുവായി ബലി അർപ്പിക്കുന്നു, ബലി വസ്തുവുമായിട്ട്. അങ്ങനെ അവിടെ യേശുവിന്റെ പീഡാസഹനം, മരണം, പുനരുത്ഥാനം ഇവിടെ സംഭവിക്കും. അതിനുശേഷം എന്ന് വൈദികൻ യേശുവിനെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സ്വർഗ്ഗാരോഹണം. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാവരിലേക്കും ദൈവരാജ്യം സമാഗതമായിക്കൊണ്ട് പെന്തക്കോസ്ത. അപ്പോൾ ഇതാണ് യഥാർത്ഥ ക്രിസ്മസ്. ഈ ബോധ്യങ്ങളോടെ നമ്മൾക്ക് ഈ വിശുദ്ധ ബലിയിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യമായ ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ദൈവത്തിന് തന്നെ നമ്മളുമായിട്ട് ഒന്നാകാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളുമായിട്ട് ഒന്നാകുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണല്ലോ വിശുദ്ധ കുർബാന. ആ ബോധ്യത്തിൽ നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം.